ഹായ് ഓൾ, വെൽക്കം ടു എൻലൈൻ അക്കാഡമി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സി യു ടി യു ജി വഴി ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ്, അതിന്റെ നിലവിലെ സ്റ്റാറ്റസുകൾ എന്താണ്, അപ്ലിക്കേഷൻ വിളിച്ചോ, അതുപോലെ തന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തോ, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തോ, അതുമല്ല ഇനിയിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏകദേശം 28ഓളം യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിന്റെ സെക്കൻഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുടെ. അപ്പോൾ ബാക്കി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾക്ക് നമ്മളിതിൽ കംപ്ലീറ്റ് ആയി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ CUT UG 2026 എഴുതിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ കൊടുത്തിട്ടുള്ള ഷീറ്റ് നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുന്നേക്ക് ഈ ഒരു ഷീറ്റ് എങ്ങനെ യൂസ്ഫുൾ ആവുമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയ ഡേറ്റ്, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ്, അതുപോലെ തന്നെ അതിന്റെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ അതാത് യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷന്റെ നിലവിലെ സ്റ്റാറ്റസ് അറിയുന്ന വെബ്സൈറ്റിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്ത് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിലെ സീനിയേഴ്സിലൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇതിൽ ഏകദേശം ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. നമുക്കറിയാം ഏകദേശം 50-ന് മുകളിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അല്ലാതെയുള്ള യൂണിവേഴ്സിറ്റികളും നമ്മളുടെ CUT UG പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള ഈ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്കിതിൽ IIT ധാർവാഡ്, ഒരുപാട് പേര് അപ്ലൈ ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു IIT ധാർവാഡ് എന്ന് പറയുന്ന കർണാടകയിലുള്ള. ആദ്യമായിട്ടാണ് CUT UG വഴി IIT-യിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ IIT ധാർവാഡിലേക്ക് BSc MS കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്, എനിക്ക് തോന്നുന്നു കെമിസ്ട്രി ആൻഡ് ബയോളജി കോഴ്സുകൾക്കാണ് അഡ്മിഷൻ കൊടുത്തിരുന്നത്. അപ്പൊ അതിന്റെ അപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞു, ആപ്ലിക്കേഷൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നിലവിലുള്ള അതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഇതിന്റെ വെബ്സൈറ്റ് പോയി ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഷീറ്റിൽ നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിൽ? ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ പോവുക. ഇതിന്റെ IIT-യുടെ ധാർവാഡിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇതിലേക്ക് പോകും. അപ്പൊ അതിൽ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. UG-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് നിലവിലുള്ള അവസ്ഥ, കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത്, ലാസ്റ്റ് ഡേറ്റ്, ജനറൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ എപ്പോഴാണ്, അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ എപ്പോഴാണ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 3-ാം തീയതി വരെയാണ്, ഓഗസ്റ്റ് 3 വരെയാണ് അതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റുഡൻസ് ആണ് അഡ്മിഷൻ കിട്ടിയത് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും ഒക്കെ ആയിട്ട് അഡ്മിഷൻ കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താ പറയാ, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ആ, അടുത്ത കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ പ്രധാനമായും എന്തൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ IIT ധാരവാഡിൽ അഡ്മിഷൻസ് കിട്ടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഥവാ ഇതിൽ ബാക്കി റൗണ്ട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയാൽ മതി. നമ്മൾ ആ ഷീറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ. അപ്പോൾ അത് നിങ്ങൾ ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഷീറ്റ് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് IIT ധാർവാഡിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു നിലവിലുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി. നമുക്കറിയാം ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹിയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് NIRF റാങ്കിലൊക്കെ ടോപ്പ് 10-ൽ വരുന്ന യൂണിവേഴ്സിറ്റി കൂടിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ CUT വഴി കുറച്ച് കോഴ്സുകൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും ഒരു 10-15 കോഴ്സുകൾക്കാണ് കൊടുത്തിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 30 ജൂൺ 2026 ആയിരുന്നു. അപ്പൊ നിലവില് അതിന്റെ CUT വഴി അല്ലാതെയുള്ള കോഴ്സുകളുടെ സ്പോട്ട് അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. കുറച്ച് കോഴ്സുകൾക്കുള്ള സ്പോട്ട് അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും അതിന്റെ വെബ്സൈറ്റിൽ പോയാൽ. ഇനി അഥവാ അതല്ല, ബാക്കിയുള്ള CUT വഴിയുള്ള കോഴ്സുകളുടെ നിലവിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ പോയാൽ കാണാൻ വേണ്ടി പറ്റും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ട് നോട്ടിഫിക്കേഷൻസ് ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ JMI.ac.in എന്നുള്ളതാണ് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ലിങ്ക് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിലവിൽ കുറേ കുട്ടികൾക്ക് മെയിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ജാമ്യയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിലൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഏതെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ മെയിൽ അയച്ചിട്ടുണ്ട്, ജാമ്യ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. അപ്പോൾ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഡോക്യുമെന്റ് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് വരുന്നതായിരിക്കും. അപ്പോൾ അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഇതിലേക്ക് പോവാം. തേർഡുള്ള യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. നമുക്കറിയാം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. അതുപോലെ തന്നെ അത് 11 ജൂൺ
ജൂലൈ 2026 ക്ലോസ് ആയ ശേഷം ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ഒക്കെ കഴിഞ്ഞു, ഫീ പേയ്മെന്റും കഴിഞ്ഞു. ഇനിയിപ്പോൾ തേർഡ് റൗണ്ട് ആണ്, 3rd ഓഗസ്റ്റ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 2 or 3rd ഓഗസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ വെബ്സൈറ്റ് ലിങ്ക് കാരണം നമ്മളോട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ നമുക്ക് വെബ്സൈറ്റ് എങ്ങനെ നോക്കണം വെച്ചാൽ, നമുക്ക് admissions.uod.ac.in എന്നുള്ള വെബ്സൈറ്റ് നമ്മൾ ഗൂഗിളിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരും. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇതില് ഇവിടെ CSAC UG അപ്ഡേറ്റഡ് റൗണ്ട് 3 എന്നുള്ള ഇതിൽ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ബേസിക്കലി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ പോർട്ടൽ ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റികളൊക്കെ, ആ പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് ഫീ പേയ്മെന്റ് ഓപ്ഷൻ വരുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിന് നിങ്ങൾക്ക് അഡ്മിഷന്റെ കോൾ വരുന്നുണ്ടോ നോക്കാം. പിന്നെ ചില യൂണിവേഴ്സിറ്റികൾ റാങ്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യും, ശേഷം ഫിസിക്കലി ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെന്ന് പറയും. ചില യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്ത ആൾക്കാർ എന്താ പറയാ, ആദ്യത്തെ 500 ആൾക്കാർക്ക് പേയ്മെന്റ് ചെയ്യാൻ ഓപ്ഷൻ പറയും. പേയ്മെന്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് സെലക്ട് ആക്കിയിട്ട് റാങ്ക് വൈസ് സെലക്ട് ആക്കിയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അഡ്മിഷൻ രീതികളാണ് യൂണിവേഴ്സിറ്റികളുടെ. ഇപ്പോൾ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ 3rd റൗണ്ടിലാണ് ഇപ്പോൾ നിലവിൽ അതിന്റെ ഇതിലുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോവുക. ഇതിന്റെ 3rd റൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ 3rd റൗണ്ട് നോട്ടിഫിക്കേഷൻ 29 ജൂലൈക്കാണ് വന്നത്. അപ്പോൾ അപ്ഗ്രേഡ് വിൻഡോ ആൻഡ് റൗണ്ട് 1 ആൻഡ് വാർഡ് കോട്ട എന്നുള്ള സാധനമാണ് ഇപ്പോൾ ഇതിലുള്ളത് 3rd റൗണ്ടിന്റെ. അപ്പോൾ ഡിക്ലറേഷൻ ഓഫ് അപ്ഗ്രേഡ് അലൊക്കേഷൻ ആൻഡ് റൗണ്ട് 1 വാർഡ് കോട്ട, അതുപോലെ തന്നെ അതിന്റെ വാർഡ് കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ. പിന്നെ മിഡ് എൻട്രി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മിഡ് എൻട്രി വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കറക്ഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഡേറ്റ് കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ CUT വഴി ഗൂഗിൾ വഴി ഇതിന്റെ വെബ്സൈറ്റിൽ പോയാൽ അത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ തന്നെ റൗണ്ട് 1ന്റെ സീറ്റ് അലൊക്കേഷന്, ബാക്കി കാര്യങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. 3rd റൗണ്ട് ഓഫ് CSAS ആൻഡ് സീറ്റ് അലൊക്കേഷൻ കാര്യങ്ങളൊക്കെ, അതിന്റെ റിസൾട്ട് എപ്പോഴാണ് ഔട്ട് ആവുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു PDF വായിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്ഗ്രേഡേഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ PDF അത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ കിട്ടാവുന്നുള്ളൂ. നമ്മൾ ആ ഷീറ്റിലേക്ക് നമ്മൾ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ വരുന്നതാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ നിലവിൽ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. AMUവിന്റെ UG കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിലവിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇതാണ്, ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ബാക്കി ഡോക്യുമെന്റ് ഒക്കെ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഡോക്യുമെന്റ് ബാക്കി കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാം. അപ്പോൾ അതിന്റെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ CUT UG വഴി അപ്ലൈ ചെയ്തിട്ടുണ്ടായ ആൾക്കാരുടെ കൗൺസിലിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക, നിങ്ങളത് പേര് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കൗൺസിലിൽ ഭാഗമായി വേണ്ടി നോക്കുക. അലിഗഡ് മുസ്ലിമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം അതാണ്. അതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് AMUcontrollersexams.com എന്നുള്ളതാണ് അതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാം. Dr. B.R. അംബേദ്കർ യൂണിവേഴ്സിറ്റി, ഡൽഹിയിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റികളിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് Dr. B.R. അംബേദ്കർ യൂണിവേഴ്സിറ്റി. ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതിന്റെ നേരെയുള്ള വെബ്സൈറ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാം. Dr. B.R. Ambedkar AUD.delhi.government./admissions/UG admissions/2026 എന്ന് അടിച്ചാൽ അതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് പോകും. നമ്മളെ ഷീറ്റിൽ നിങ്ങൾക്ക് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അപ്പോ ഇതിലിപ്പോ നോക്കും, നമുക്ക് ഇതിൽ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫസ്റ്റ് പ്രൊവിഷൻ ലിസ്റ്റ് വന്നതിന്റെ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, കണ്ടോ? ഇതിൽ ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ടോ? ഫസ്റ്റ് പ്രൊവിഷൻ ലിസ്റ്റ് വന്നതിന്റെ ഓരോ സബ്ജക്റ്റിന്റെയും ഏത് ക്യാമ്പസിന്റെയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കി അതിൽ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ ഞാൻ അതിൽ ഒരു PDF ഓപ്പൺ ആക്കി കാണിക്കാം. ഇതിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സെലക്ടഡ് ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിന്റെ പ്രൊവിഷണൽ ഓഫ് അഡ്മിഷൻ ഓഫർ എപ്പോഴാണ് വരുന്നത്, ബാക്കി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ് ഒക്കെ എപ്പോഴാണ്, നിങ്ങളുടെ എലിജിബിലിറ്റി നോട്ട് സപ്പോർട്ടഡ് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സപ്പോർട്ട് ആവാത്തത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് പ്രൊവിഷണലി സെലക്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ കാറ്റഗറീസ് വൈസ് ആയിട്ടുള്ള പ്രൊവിഷണൽ അഡ്മിഷൻ ലിസ്റ്റ്, അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ നോക്കുക. അങ്ങനെ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ മെയിൽ വരും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ പോർട്ടലിൽ പേയ്മെന്റ് ഓപ്ഷൻ വരും.
അതും അല്ലെങ്കിൽ കോൾ വരും, അതും അല്ലെങ്കിൽ ഇതിൽ പറയുന്നുണ്ടാവും എങ്ങനെയാണ് കൗൺസിലിംഗ് പ്രൊസീജിയർ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായും വായിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഇത് വായിക്കുന്നില്ല. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അപ്പൊ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹിന്റെ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി മനു എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 8 ജൂലൈ 2026 ആയിരുന്നു. അപ്പൊ നിലവിൽ അതിന്റെ UG സ്പോട്ട് അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ എന്താ പറയാ മനു എന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനു UG അഡ്മിഷൻ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റിൽ കയറാൻ വേണ്ടി പറ്റും. മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. നമുക്കിതിൽ 31 ജൂലൈക്കായിരുന്നു തോന്നുന്നുണ്ട് ഇതിന്റെ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ആഹ് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ദ നോട്ടീസ് ഫോർ സ്പോട്ട് അഡ്മിഷൻ ഫോർ CUET 31 ജൂലൈക്കായിരുന്നു വന്നിരുന്നത്. അപ്പൊ അത് ആ നോട്ടിഫിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. അപ്പൊ അതിൽ സ്ലൈഡിംഗ് ഓപ്ഷൻ എന്തൊക്കെയാണ്, അതിന്റെ ഓപ്പണിംഗ് ഓഫ് സ്പോട്ട് അഡ്മിഷൻ പോർട്ടൽ 1 ആഗസ്റ്റ് ആണ്. ന്യൂ രജിസ്ട്രേഷൻ ബാക്കി കാര്യങ്ങൾ 5 ആഗസ്റ്റ് 2026. അതുപോലെ തന്നെ എഡിറ്റ് ഓപ്ഷൻ ഫോർ സ്പോട്ട് അഡ്മിഷൻ, ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ ബേസിക്കായിട്ട് പിന്നെ പറയാനുള്ളത്, ഈ ഡേറ്റ്സ് ഒക്കെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ്, കാരണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായി ഇതൊക്കെ വായിക്കണം. കുറച്ച് സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ വായിക്കണം. കണ്ടോ എത്ര സീറ്റ്സ് ആണ് വേക്കന്റ് ആയിട്ടുള്ളത്? നോക്കാം, 10 സീറ്റൊക്കെയാണ് വേക്കന്റ് ആയിട്ടുള്ളത്. മെറിറ്റ് ലിസ്റ്റ് ഫോർ വുമൻ മെൻ കാറ്റഗറീസ് വൈസ് ആയിട്ടുള്ള എത്ര സീറ്റ് ഉണ്ട് BA ഹോണേഴ്സ് റിസർച്ചിൽ. അപ്പോൾ ഏതൊക്കെയാണ്, മെയിൻ ക്യാമ്പസിലാണോ സബ് ക്യാമ്പസിലാണോ, ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ BA ഹോണേഴ്സ് റിസർച്ചിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റും ഈ ഒരു ഇതിൽ. ഏത് കോഴ്സ്, BCom ആണോ BA ഹോണേഴ്സ് ആണോ. അതുപോലെ തന്നെ ഒരുപാട് സീറ്റ് വാക്കന്റ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷന് വേണം പങ്കെടുക്കാം മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി. പക്ഷെ അവിടെ ഉറുദു പഠിച്ചിരിക്കണം എന്നുള്ളൊരു കൺസിഡറേഷൻ പറയുന്നുണ്ട്, ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. +2 അല്ലെങ്കിൽ 10th ഉറുദു പഠിച്ചിരിക്കണം എന്നുള്ളത്. നിങ്ങളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതിന്റെ സ്പോട്ട് അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളത് നോക്കുക, രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. ഇതാണ് മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അലഹബാദ് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് എന്ന് പറയും. അലഹബാദ് യൂണിവേഴ്സിറ്റി, അതിന്റെ അപ്ലിക്കേഷൻ ഒക്കെ ക്ലോസ് ആയിരുന്നു. നിലവിൽ സെക്കൻഡ് റൗണ്ടിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ട് അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ. അപ്പൊ അത് നമുക്ക് നോക്കാം. അലഹബാദ് യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് എന്ന് അടിച്ച് നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. അതിൽ അഡ്മിഷൻസ് എന്നുള്ള ഭാഗത്ത് നോക്കി UG അഡ്മിഷൻ 2026 എന്നൊക്കെ കാണുന്നില്ലേ. അപ്പൊ ഈ ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്ക് വരാം ഇങ്ങനെ ഒരു ഇതിലായിരിക്കും. അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരും നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ഈ അഡ്മിഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ പിന്നെ പോകുന്നത് ഈ ഭാഗത്തിലേക്കായിരിക്കും. നമ്മൾ UG അഡ്മിഷൻ, PG, അങ്ങനെ കുറെ അഡ്മിഷൻസ് ഒക്കെ ഉണ്ടാകും. അതിൽ നമ്മൾ UG അഡ്മിഷന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരും. ഫാക്കൽറ്റി ഓഫ് ആർട്സ്, ഫാക്കൽറ്റി ഓഫ് സയൻസ്, ഇതിലൊക്കെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങൾ വന്നെന്നുള്ളതായിരിക്കും വരാം. അപ്പൊ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തെങ്കിലൊന്നും, ഇപ്പൊ ഞാൻ ഫാക്കൽറ്റി ഓഫ് ആർട്സ് ക്ലിക്ക് ചെയ്താൽ പിന്നെ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഫാക്കൽറ്റി ഓഫ് ആർട്സിൽ ഏതൊക്കെ കോഴ്സിന്റെ കട്ട് ഓഫ് ആണ് വന്നത്, BA B.Edന്റെ BAന്റെ ഫസ്റ്റ് കട്ട് ഓഫ്, നോൺ ഫസ്റ്റ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ട്, ഫീ സബ്മിഷൻ ഷെഡ്യൂൾ, കാര്യങ്ങള് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾ സ്വയം ലേൺ ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റികൾ പഠിക്കാൻ പോകുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് അലഹബാദ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധം. ഈ യൂണിവേഴ്സിറ്റികളുടെ സീനിയേഴ്സിനെ വേണം കണക്ട് ചെയ്ത് തരാം. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സീനിയേഴ്സ് ഒക്കെ ഞാൻ കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യുക. ബേസിക്കലി അതിൽ നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് അലഹബാദ് യൂണിവേഴ്സിറ്റി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. അപ്പൊ ഒരുപാട് കുട്ടികൾ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു, രാജസ്ഥാന്റെ അഡ്മിഷൻ എന്തായി, അവിടുത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ രാജസ്ഥാനുമായി ബന്ധപ്പെട്ട് പറയാം. അതിന്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ട് ശേഷം ഓവറോൾ ആയിട്ട് ഒരു മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു രാജസ്ഥാൻ. അപ്പൊ ഒരുപാട് കുട്ടികൾ പറഞ്ഞു, സാർ എനിക്ക് അഡ്മിഷൻ കിട്ടി, പക്ഷെ നോക്കുമ്പോൾ ഒരു റാങ്ക് ഒക്കെ 500-ന് മുകളിലൊക്കെയാണ് റാങ്ക് ഉള്ളത്, അല്ലെങ്കിൽ 400-300 റാങ്ക് ഉള്ളത്. പക്ഷെ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നവർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാന്റെ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോവാം. രാജസ്ഥാന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്, രാജസ്ഥാൻ UG അഡ്മിഷൻ നമ്മൾ അടിക്കുമ്പോൾ ആദ്യം തന്നെ വരുന്നതായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. PG അഡ്മിഷൻ, UG അഡ്മിഷൻ, 4 ഇയർ ഇന്റഗ്രേറ്റഡ്, അങ്ങനെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള. അതിൽ നമ്മൾ UG അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യാണ്. നമ്മളുടെ ഇതിലിപ്പോ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് പ്രൊവിഷണലി എലിജിബിൾ കാൻഡിഡേറ്റ്സ് എന്നുള്ള ഒരു ഭാഗം കാണുന്നുണ്ടോ. അപ്പൊ ഈ പ്രൊവിഷണലി എലിജിബിൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന അവർക്കാണ്. അത് ഞാൻ ക്ലിക്ക് ചെയ്യാണ് ഇതില്.
ഇതാണ് പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്. ഇതിൽ ഏകദേശം ഒരുപാട് പേരുണ്ട്. എനിക്കൊന്നൊരു ആയിരത്തിന് മുകളിൽ ആൾക്കാരുണ്ടെന്നാണ്, 2000 5000-ത്തിനടുത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം? ഇതിലുള്ള ആൾക്കാർ പേയ്മെന്റ് ചെയ്ത്, ഇതിലുള്ള എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും മെയിൽ വന്നിട്ടുണ്ടായിരിക്കും, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയോ? ഇല്ല. നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവര് ആ പേയ്മെന്റ് ചെയ്ത ആൾക്കാരെ അവരുടെ റാങ്കിനനുസരിച്ച് പിന്നെ ഒരു റാങ്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യും. പിന്നെ അതിൽ നിന്ന് സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ് അങ്ങനെ ആയിട്ട് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ രാജസ്ഥാൻ അഡ്മിഷൻ പ്രൊസീജിയർ. അപ്പൊ നിങ്ങൾ അടിച്ച പൈസ കിട്ടുമോ ഇല്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അടിച്ച പൈസ നിങ്ങൾക്ക് റീഫണ്ട് ആവും. അതിനുള്ള കാര്യങ്ങൾ അവർ ചോദിക്കും, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കറക്റ്റ് കൊടുത്താൽ ആ പൈസ റീഫണ്ട് ആവും. ആ ഒരു ടൈം ആകുമ്പോൾ എന്തായാലും തേർഡ് റൗണ്ട് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും പൊതുവെ റീഫണ്ട് ആവാറുള്ളത്. അപ്പോൾ അതാണ് ഈ രാജസ്ഥാൻ സെൻട്രലൈസ് ഓഫ് രാജസ്ഥാനുമായി ബന്ധപ്പെട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ സീനിയേഴ്സിനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ചോദിച്ചാൽ മതിയാവും. നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അടിച്ചാൽ ചോദിച്ചാൽ മതിയാവും. പിന്നെ വരുന്ന ഒരുപാട് കുട്ടികൾ ചോദിച്ചായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിന്റെ എന്തായി, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തോ, അതിന്റെ അഡ്മിഷൻ ക്ലോസ് ആയാലോ, റാങ്ക് ലിസ്റ്റ് വന്നോ, ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നോക്കുന്ന യൂണിവേഴ്സിറ്റികൾ, ഒരു ടോപ്പ് 5 വരുന്ന യൂണിവേഴ്സിറ്റികളൊന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ആണ്. അപ്പൊ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ കാണാൻ പോകാൻ വേണ്ടി പറ്റുക ഇതിന്റെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിന്റെ. ഇങ്ങനെ അടിച്ചാൽ മതി, ഗൂഗിളിൽ പോയി HUUG അഡ്മിഷൻ അടിച്ചാൽ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിന്റെ. അതിൽ അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ടോ, ഇതാണ് വെബ്സൈറ്റ്, ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ UG PG അങ്ങനെയൊക്കെ കുറെ കാണുന്നുണ്ടല്ലോ സൈഡിൽ ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ UG ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബാക്കി നെക്സ്റ്റ് പോർട്ടലിലേക്ക് പോകും. ഇപ്പൊ ഇതാണ് അതിന്റെ ബാക്കി നെക്സ്റ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. അപ്പൊ ഇതിൽ അപ്ഡേഷൻസ് ഒന്നുമില്ല, റാങ്ക് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല നിലവിൽ. വന്നാൽ എന്തായാലും ഇവിടെ വരേണ്ടതായിരിക്കും, പക്ഷെ ഇവിടെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെങ്കിൽ ഇപ്പൊ കമ്മിങ് ഡേയ്സിൽ എന്തായാലും ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. നിങ്ങൾക്ക് ഇവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളതിൽ സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഗ്രൂപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കണക്ട് ചെയ്ത് തരും നമ്മൾ സീനിയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ബേസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിന് നിലവിലൊന്നും അപ്ഡേഷൻ ഇല്ല. ഇത് നമ്മൾ പറയുന്നത് ഓഗസ്റ്റ് 1-നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഓഗസ്റ്റ് 1-നാണ്. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ അതിനുശേഷം ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അപ്ഡേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ആ ഷീറ്റ് നിങ്ങൾക്ക് നോക്കി അതിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാം. ഇതെങ്ങനെ നോക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ അടുത്ത യൂണിവേഴ്സിറ്റി നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന യൂണിവേഴ്സിറ്റി. നേരത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു. 17th ജൂലൈ 2026 ആയിരുന്നു ലാസ്റ്റ് ഇത് ഓപ്പൺ ആയത്. ഇനിയിപ്പോ നിലവിൽ അതിന്റെ സ്പോട്ട് റൗണ്ടിനുള്ള ഓപ്ഷന് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നിലവിൽ അതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വേക്കന്റ് ആയിട്ട് ഏതൊക്കെ സീറ്റാണുള്ളത് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. നിങ്ങൾക്ക് ഇതിൽ ഗൂഗിളിൽ കയറിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന UG അഡ്മിഷൻ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണ് നോക്കുന്നത്, യൂണിവേഴ്സിറ്റി UG അഡ്മിഷൻ അടിച്ചാൽ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. അപ്പൊ അതിൽ കാണാൻ വേണ്ടി പറ്റും ഒഫീഷ്യൽ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോ നോക്കാം, നിങ്ങൾക്ക് ഇതിൽ സ്റ്റാറ്റസ് ഓഫ് വാക്കന്റ് സീറ്റ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നില്ലേ? വേക്കന്റ് ഓഫ് സീറ്റ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? വേക്കന്റ് ആ ഒരു ലിങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ആണ് ഉള്ള വെബ്സൈറ്റിലേക്കാണ് വരിക. ഹോമെന്ന് നിങ്ങൾക്ക് അതിൽ UG അഡ്മിഷൻ എന്നുള്ള ഒരു ബാർ കാണും. അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു സാധനത്തിലേക്കായിരിക്കും വരിക. അപ്പൊ ഇതിൽ എന്താ പറയാ, കുറെ സാധനങ്ങൾ വരുന്നുണ്ട്, അഡ്മിഷൻ കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾ സ്റ്റാറ്റസ് ഓഫ് വാക്കന്റ് സീറ്റ്സ് ഫോർ UG അഡ്മിഷൻ, ഇപ്പൊ UG അഡ്മിഷനിൽ വാക്കന്റ് ആയിട്ടുള്ള സീറ്റ് ഏതൊക്കെയാണെന്നുള്ള സാധനങ്ങളാണ് അതിലുള്ളത്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്താൽ നിലവിൽ ഇനി ഇത് സ്പോട്ട് വരാണ് നോട്ടിഫിക്കേഷൻ വരാണെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് സ്പോട്ട് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ ആ സൈറ്റിൽ കയറിയാൽ മതി. ഇപ്പൊ ഇതിൽ അഡ്മിൻ എന്നുള്ള ഭാഗം അത് മറ്റേ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ സ്റ്റാറ്റസ് ഫോർ ഓഫ് വാക്കന്റ് സീറ്റ്സ് ഫോർ UG പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ UG മെട്രിക്സ് വാക്കന്റ് സീറ്റ്സ് എന്നുള്ള സാധനം കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇവിടെയാണ് എന്താ പറയാ ഇതിന്റെയൊക്കെ വാക്കന്റ് സീറ്റ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു കോഴ്സിനാണ് ക്ലിക്ക് ചെയ്തത്. അപ്പൊ ആ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഏതൊക്കെ സീറ്റാണ് വാക്കന്റ് ഉള്ളത് കാണാൻ വേണ്ടി പറ്റും. ടോട്ടൽ ഇന്ത്യക്ക് 65 അൺറിസർവ്ഡ് 26, OBC 18, SC 10, SC 5, WS ഇപ്പൊ ഫിൽ ആയിട്ടുള്ള 45. അപ്പൊ 55, 65, 20 സീറ്റ് വാക്കന്റ് ആണ് ഓവറോൾ ആയിട്ട്. 5, 6, 7, എത്ര 7, 8, 12, 12, 17, 19, 20 അടുത്ത് സീറ്റ് വാക്കന്റ് ആണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ 20 സീറ്റ് വാക്കന്റ് ആണ് ഈ ഒരു കോഴ്സിൽ. അങ്ങനെ ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഏതൊക്കെ സീറ്റ് ആണ്. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് BSc MSc കെമിസ്ട്രി ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിൽ ഇപ്പൊ എത്ര സീറ്റ് വാക്കന്റ് ആണ് നോക്കാം. 4, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 സീറ്റ് വാക്കന്റ് ആണ് കെമിസ്ട്രിയിലൊക്കെ. അപ്പോൾ
നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പം നിങ്ങൾ എന്തായാലും കൊടുക്കാൻ വേണ്ടി നോക്കുക സ്പോട്ട് അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ. മനസ്സിലായില്ലേ? മുമ്പൊക്കെ ഇതിൽ കുറേ റാങ്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാറുണ്ടായിരുന്നു, ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ് ഒക്കെ. പക്ഷേ ഇപ്പോൾ ആണ് പെട്ടെന്ന് തന്നെ സ്പോട്ട് അഡ്മിഷൻ ഒക്കെ വിളിച്ചിട്ട് കൗൺസിലിംഗ് പ്രൊസീജിയർ സ്പീഡ് ആക്കുകയാണ് യൂണിവേഴ്സിറ്റികളൊക്കെ. ഇപ്പോൾ കുറച്ച് നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻട്രൽ ലിസ്റ്റ് ഓഫ് ഹരിയാനയുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാം. അതിനു മുമ്പ് നമുക്ക് ആ ഷീറ്റിലേക്ക് പോവാം. അപ്പൊ ഇതില് ഹരിയാന കഴിഞ്ഞ് ഇനി സെൻട്രൽ ലിസ്റ്റ് ഓഫ് ജമ്മു. ജമ്മുവിൽ ലൊക്കേറ്റ് ചെയ്യുന്ന സെൻട്രൽ ലിസ്റ്റ് ഓഫ് ജമ്മു, കാശ്മീരിൽ ലൊക്കേറ്റ് ചെയ്യുന്ന സെൻട്രൽ ലിസ്റ്റ് ജമ്മു. അതിന്റെ നിലവിലുള്ള സ്റ്റാൻസ് ചില കോഴ്സുകൾക്ക് ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ചിലത് സെക്കൻഡ്, ചിലത് തേർഡ്, ചിലത് ഫോർത്ത്, ചിലത് ഫിഫ്ത്ത് വരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ കോഴ്സിനും ഓരോ അതിന്റെ മെറിറ്റ് ലിസ്റ്റുകൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ചിലത് അഞ്ചാമത്തെ മെറിറ്റ് ലിസ്റ്റ് വരെ പോയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, നമ്മളെ ഇതിലുള്ള നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതുണ്ട്, ഞാൻ കാണിക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കാം. ഇത് യു ജി അഡ്മിഷന്റെ വെബ്സൈറ്റ് ആണ്. യു ജി അഡ്മിഷൻ ക്ലിക്ക് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും അത് കാണുന്നുണ്ടോ? ഇതൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അതിൽ ഫിഫ്ത്ത് കട്ട് ഓഫ് ലിസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് കട്ട് ഓഫ് ലിസ്റ്റ് ഉണ്ട്, ഫോർത്ത് കട്ട് ഓഫ് ലിസ്റ്റ് ഓഫ് UG പ്രോഗ്രാംസ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇതിലേക്ക് പോകും. ഇപ്പം ഞാൻ ഇതിൽ ഫിഫ്ത്ത് കട്ട് UG ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് എന്ന് ക്ലിക്ക് ചെയ്ത് വിചാരിക്കാം. ഫിഫ്ത്ത് കട്ട് ഓഫ് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കട്ട് ഓഫ് എത്രയാണ്? ഫിഫ്ത്ത് കട്ട് ഓഫ് കണ്ട ഇന്റഗ്രേറ്റഡ് കെമിസ്ട്രീന്റെ OBC കട്ട് ഓഫ് എന്ന് പറയുന്നത് 15 മാർക്കുള്ള ആൾക്കാർക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഫിഫ്ത്ത് കട്ട് ഓഫ് അനുസരിച്ച്. അപ്പോൾ നിങ്ങൾ ഈ ജമ്മു അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്കിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടി. പിന്നെ EWS ഒക്കെ ആണെങ്കിൽ സീറ്റ് ഫില്ലായെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത്. സീറ്റ്സ് ഫില്ലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്റ്റാർ ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റേറ്റ്സ് ആർ ഐദർ ഫുൾ ഓർ എക്സോസ്റ്റഡ് ഇൻ സെറ്റ് കാറ്റഗറി. അപ്പോൾ ഇതിൽ സീറ്റ് ഫുൾ ആയിട്ടുള്ളതാണ് സ്റ്റാർ ഇട്ടിട്ടുള്ളത്, ബാക്കിയൊക്കെ ഫിൽ ആവാത്തതാണ്. അപ്പോൾ ഇതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ജമ്മുവുമായി ബന്ധപ്പെട്ട് എനിക്ക് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൽ എത്രാമത്തെ റൗണ്ട് ആണ്, ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതാണ് സെൻട്രൽ സബ് ജമ്മുവിന്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരെ നമ്മൾ നോക്കുന്നത് അടുത്തത് മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി. മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ബീഹാറിലുള്ള അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 20 ജൂലൈ 2026 ആയിരുന്നു. നിലവിൽ അതിന്റെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് നമുക്കതിൽ ഇതിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. സൈറ്റ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതാണ് മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി UG അഡ്മിഷൻ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണും ഇവിടെ സെക്കൻഡ് റൗണ്ട് അഡ്മിഷൻ 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG പ്രോഗ്രാം ഇംഗ്ലീഷ്. ഇതിവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ BA MA ഇംഗ്ലീഷിന്റെ മെറിറ്റ് ലിസ്റ്റ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. BA MA ഇംഗ്ലീഷിന്റെ മെറിറ്റ് ലിസ്റ്റ് ഫോർ സെക്കൻഡ് റൗണ്ട് ഫോർ കൗൺസിലിംഗ് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ബാക്ക് അടിച്ച് നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റുകളുടെ കാണാൻ വേണ്ടി പറ്റും. ബാക്കി ഓരോ സബ്ജക്റ്റുകളുടെയും UG പ്രോഗ്രാംസ് ഓഫ് ഫസ്റ്റ് റൗണ്ട് ഓഫ് അഡ്മിഷൻ 5 ഇയർ ഇന്റഗ്രേറ്റഡ് UG പ്രോഗ്രാം ഓരോന്നിന്റെ ഫസ്റ്റ് റൗണ്ടിന്റെ കാര്യങ്ങൾ. ഇപ്പൊ എക്കണോമിക്സ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ എക്കണോമിക്സിന്റെ ഫസ്റ്റ് റൗണ്ട് കട്ട് ഓഫ് കാര്യങ്ങൾ, അതിന്റെ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് എപ്പോഴാണ്, ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൽ. ഈ ഒരു സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ അത് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റും ഈ കാര്യങ്ങളൊക്കെ. ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സോറി മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ അപ്ഡേഷൻ. ആ ഷീറ്റിൽ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ നെക്സ്റ്റ് മിസോറാം യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ്. മിസോറാം യൂണിവേഴ്സിറ്റിയുടെ നിലവിലുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നിലവിൽ അതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. 10th ഓഗസ്റ്റ് വരെയാണ്. ഇതുവരെ എവിടെ അപ്ലൈ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിസോറാം യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോകും. നേരെ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിലേക്കാണ്, സമർത്ത് വെബ്സൈറ്റിലേക്കാണ് ഇതിൽ പോവുക. മനസ്സിലായല്ലേ? അപ്പൊ ഇതാണ് ഇതിനായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ത്രിപുര സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. ത്രിപുര സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഇത് നിങ്ങൾക്ക് ഇതാക്കുകയാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിരുന്നു, പ്രൊവിഷണൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മനസ്സിലായത്. ഞാൻ അതിന്റെ വെബ്സൈറ്റ് എടുക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് എടുത്ത് കാണിക്കാം. ഇതാണ് ത്രിപുര യൂണിവേഴ്സിറ്റി UG അഡ്മിഷൻ അടിച്ചാൽ വെബ്സൈറ്റ് കാണാൻ വേണ്ടി പറ്റും. ക്ലിക്ക് ചെയ്താൽ കൗൺസിലിംഗ് ഓഫ് വെയിറ്റ് ലിസ്റ്റ് കാൻഡിഡേറ്റ് MSc പ്രോഗ്രാംസ്, അങ്ങനെ ഓരോ കോഴ്സുകളുടെ നിങ്ങൾ ഏതാ കോഴ്സാണ് നോക്കുന്നത് ആ കോഴ്സിന്റെ UG പ്രോഗ്രാംസിന്റെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? BBA കണ്ടോ, BBA കോഴ്സിന്റെ നിലവിൽ ലിസ്റ്റ് ഓഫ് കോൾഡ് കാൻഡിഡേറ്റ്സ് ഫോർ BBA കോഴ്സ്. അപ്പൊ അതിൽ ഇതാ ഏത് കാറ്റഗറി വൈസ് സീറ്റ് മെട്രിക്സ് എത്രയാണ്, ആരൊക്കെയാണ് സെലക്ട് ആയത്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളെയാണ് നിങ്ങളിത് ഞാൻ പറയുന്ന രീതിയിൽ ഓപ്പൺ ആക്കി നോക്കാവുന്നതേ ഉള്ളൂ.
ഇത് പ്രൊവിഷണൽ ആയിട്ടുള്ള മെറിറ്റ് ലിസ്റ്റ് ആണ്. നിങ്ങൾ ഇവർ ഒന്നെങ്കിലും മെയിൽ ചെയ്യും, അല്ലെങ്കിൽ കോൾ ചെയ്യും, അല്ലെങ്കിൽ പേയ്മെന്റ് ഓപ്ഷൻ ഓപ്പൺ ആക്കി തരും അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ പോർട്ടലിൽ. അതല്ലെങ്കിൽ അതിൽ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നുണ്ടാവും. ഇതാണ് ത്രിപുര യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത ഇതിലേക്ക് പോവാം. ഇനി വരുന്നത് ടിസ് ആണ്. ഒരുപാട് പേര് നോക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടിസ് എന്ന് പറയുന്നത്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. ടിസിന്റെ നിലവിൽ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ കോഴ്സായി ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതുമല്ല, അതിന്റെ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ടിസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ടിസ് അപ്ലൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം നിർബന്ധം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ടിസ് യു ജി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നടത്തി അതിന്റെ വെബ്സൈറ്റ് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതില് ഈ ഒരു യു ജി പോർട്ടൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്താ പറയാ, നോട്ടിഫിക്കേഷൻ ഒക്കെ ഭാഗം ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ ഭാഗം ക്ലിക്ക് ചെയ്താൽ മെറിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ജൂലൈ 29 വന്നത്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ചെക്ക് റിസൾട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഏതൊക്കെ കോഴ്സുകളുടെ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടോ അതൊക്കെ അതിൽ കാണാൻ വേണ്ടി, ഗുവാഹത്തി ക്യാമ്പസ്, തുൽജാപൂർ ക്യാമ്പസ്, കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യണം. മെറിറ്റ് ലിസ്റ്റ് ഫോർ ബാച്ചിലേഴ്സ് ഓഫ് മെറിറ്റ് ലിസ്റ്റ്. അപ്പൊ ഇതിൽ കണ്ടോ ഓരോ കോഴ്സിനും ഇവിടെ കിട്ടി എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ ആരൊക്കെയാണ് കാൻഡിഡേറ്റ്സ് എന്നുള്ള. അപ്പൊ അതിന്റെ എന്താണ് അഡ്മിഷൻ പ്രൊസീജിയർ, ഫീ പേയ്മെന്റ് ചെയ്യാൻ ഓഗസ്റ്റ് 8 വരെയാണ് സമയമുള്ളത്. 5 മണി ടു 6 മണി PM വരെ സമയമുണ്ട് എന്നുള്ളതാണ് പറയുന്നുള്ളത്. അപ്പോൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ടിസിന്റെ പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കാം. ഇപ്പൊ അതിന്റെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയ. ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്തെങ്കിലും വന്നോ. നിലവിലുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് ഗുരു ഘാസിദാസിന്റെ ഒന്നും വന്നിട്ടില്ല, അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാം. ജി ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയ, അതിന് നിലവിൽ അതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. ഇത് ഇങ്ങനെ യു ജി അഡ്മിഷൻ അടിച്ചാൽ ഗുരു കാശിദാസ് വിശ്വവിദ്യാലയന്റെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ പറയുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ, മെറിറ്റ് ലിസ്റ്റ് ഫോർ ബിടെക് വന്നിട്ടുണ്ട്, CET UG ഗൈഡ് ലൈൻസ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ വെബ്സൈറ്റിൽ എന്തായാലും ആ കാര്യങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് അത് വരുന്നത്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മതി എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. അതിന് വരുന്നത് നമുക്കിതിൽ ഇത് കഴിഞ്ഞു, നമുക്കിനി അടുത്ത നോക്കാം. നെക്സ്റ്റ് നമുക്ക് വേണം IGNTU ആണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. IGNTU അതിന്റെ 25th ജൂലൈക്ക് അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. ഒരുപാട് കുട്ടികൾ ചോദിച്ചു സാർ അഡ്മിഷൻ കിട്ടിയോ, പ്രൊവിഷണൽ കാൻഡിഡേറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതിനർത്ഥം അഡ്മിഷൻ കിട്ടിയോ എന്നുള്ളതാണ്. അപ്പൊ പറയാനുള്ളത് അതിനർത്ഥം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി എന്നല്ല, അതിൽ പ്രൊവിഷണൽ മെറിറ്റ് ലിസ്റ്റ് വന്നിട്ടുള്ള ആൾക്കാർ ഞാൻ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. IGNTU UG അഡ്മിഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ കുറെ കോഴ്സുകളായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇറ്റ്സ് ഓംനി ബസ് എന്നാണ് പറയുന്നത്, ഓംനി ബസ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്, നോട്ട് സെലക്ഷൻ ലിസ്റ്റ്. ദി പ്രൊവിഷൻ സെലക്ഷൻ ലിസ്റ്റ് വിൽ ബി ഡിക്ലെയർ ആഫ്റ്റർ വെരിഫിക്കേഷൻ ഓഫ് ദി ഡോക്യുമെന്റ്. അപ്പൊ നിങ്ങൾ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ എവിടെ പോകണം, നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ IGNTU ക്യാമ്പസിൽ ഡോക്യുമെന്റ്സുമായിട്ട് പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയ ആൾക്കാരെ വെച്ചിട്ട് അവർ സെലക്ടഡ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യും. IGNTU അതാണ് IGNTUയുടെ അഡ്മിഷൻ പ്രൊസീജിയർ. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്, കുറച്ച് ബുദ്ധിമുട്ടായത് കൂടിയാണത്. അവിടെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് വന്നാൽ നിങ്ങൾ സീറ്റ് കിട്ടിയെന്നല്ല, ശേഷം അവർ ആ സെലക്ട് ആയ ആൾക്കാരെ ആ പേയ്മെന്റ് അവിടെ പോയിട്ട് ഡോക്യുമെന്റ് വെരിഫൈ ചെയ്ത ആൾക്കാരിൽ സെലക്ട് ആക്കിയിട്ട് അവർക്ക് അഡ്മിഷൻ റാങ്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുള്ളതാണ്. അതിൽ ഇതാകുമ്പോൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കാന്നുള്ളതാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിന്റെ. അതാണ് IGNTU അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ വരുന്നത് നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് പേര് അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് BH എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ കട്ട് ഓഫും ഫസ്റ്റ് റൗണ്ട് ലിസ്റ്റ് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. ഇന്ന് വരെ വന്നിട്ടില്ല, ആഗസ്റ്റ് 1 വരെ അത് വന്നിട്ടില്ല. അത് ഉടനെ തന്നെ വരുന്നു എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതില് IGNTU അതുപോലെ തന്നെ BHUവിന്റെ ആണ് നമ്മൾ നോക്കിയിരുന്നത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി UG അഡ്മിഷൻ നടത്തിയാൽ കാണാൻ വേണ്ടി പറ്റും. നമുക്കതിൽ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിൽ admissions.bhu.in. അതിൽ നമുക്ക് CET UG അഡ്മിഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്കതിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇത് PGന്റെ ആണ്, നമുക്ക് PGന്റെ ക്ലിക്ക് ചെയ്തപ്പോൾ PGന്റെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ UGന്റെ ഓപ്പൺ ആകുമ്പോൾ UGന്റെ വരുന്നതായിരിക്കും. റൗണ്ട് വന്നാലെങ്കിൽ ഗൂഗിളിൽ BHUG കട്ട് ഓഫ് എന്നൊക്കെ അടിക്കുമ്പോൾ അത് വരും. ഫസ്റ്റ് റൗണ്ട് ഓഫ് അഡ്മിഷൻ എന്നൊക്കെ അടിച്ചാൽ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇല്ലെങ്കിൽ ഇതിന്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഇവിടെ പോകുന്നുണ്ടാവും ഡീറ്റെയിൽസ് കട്ട് ഓഫ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് BHUന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ വരുന്നത്
സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ, CU സൗത്ത് ബീഹാർ ഒരുപാട് പേര് അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റിയാണ്. മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്ലൈ ചെയ്ത ആൾക്കാരാണ് ബീഹാറിലേക്കുള്ളത്. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബീഹാറുമായി ബന്ധപ്പെട്ട് UG അഡ്മിഷൻ കാണാൻ വേണ്ടി പറ്റും. സെൻട്രൽ ഓഫ് സൗത്ത് ബീഹാർ. അപ്പൊ അതിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ട്. ഈ വർഷം സീറ്റ്സ് ഒക്കെ ഫില്ല് ആവുന്നുണ്ട് CU സൗത്ത് ബീഹാറിൽ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷങ്ങളെക്കാളും കുറച്ചുകൂടി നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, സീറ്റ്സ് ഒക്കെ ഫില്ല് ആവുന്നുണ്ട്. അപ്പൊ അതില് ഉദാഹരണം ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ മെറിറ്റ് ലിസ്റ്റ് ഇത് വന്നിട്ട് കാണുന്നുണ്ടല്ലോ. ഇതിന്റെ മെറിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതില് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് ഒക്കെ എന്താ പറയാ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൗണ്ട് ഓഫ് അഡ്മിഷന്റെ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, കാര്യങ്ങളൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വെബ്സൈറ്റ് കയറിയാൽ കാണാൻ വേണ്ടി പറ്റും ആ കാര്യങ്ങളൊക്കെ. അപ്പൊ റിപ്പോർട്ടിംഗ് ആൻഡ് കമൻസ്മെന്റ് ഓഫ് ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് പ്രകാരമുള്ള റിപ്പോർട്ടിംഗ് ഓഫ് ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് സൗത്ത് ബീഹാറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത യൂണിവേഴ്സിറ്റി നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിന്റെ നമുക്ക് നോക്കാം. ഹിമാചൽ പ്രദേശ് അതിന്റെ അപ്ലിക്കേഷൻ 18th ജൂലൈ 2026 വരെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് ആണ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ, ഇല്ലെങ്കിൽ ഇത് അടുത്ത് കാണുന്നുണ്ടെങ്കിൽ CU ഹിമാചലിന്റെ വെബ്സൈറ്റ് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. CU ഹിമാചലിന്റെ വെബ്സൈറ്റിലേക്ക് പോകും. സമർത്ഥിന്റെ വഴിയുള്ള അതിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഹിമാചലിന്റെ. നമ്മൾ അടുത്ത സെൻട്രൽ ഓഫ് കാശ്മീർ നോക്കുകയാണ്. അതിന് 19 ജൂലൈ 2026 നിലവിൽ അതിന് മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റിലേക്ക് പോകാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. സെൻട്രൽ ഓഫ് കാശ്മീർ UG അഡ്മിഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സെൻട്രൽ ഓഫ് കാശ്മീരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകും. അവിടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇത് ഈ ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ട് പോകുന്നെങ്കിൽ BSc ഹോണേഴ്സ് പ്രൊവിഷൻ ലിസ്റ്റ് 3 കാണുന്നുണ്ടോ? BSc ഹോണേഴ്സ് കോഴ്സിന്റെ പ്രൊവിഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ തേർഡ് പ്രൊവിഷൻ ലിസ്റ്റ് ആണ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതി പോകുന്നുണ്ട്. ആർക്കാണ് കിട്ടിയത്, ആർക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ വെബ്സൈറ്റ് കയറി എനിക്ക് ആ കാര്യങ്ങളൊക്കെ കറക്റ്റായി കാണാൻ വേണ്ടി പറ്റും. അതിന്റെ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് സെൻട്രൽ ലിസ്റ്റ് ഓഫ് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി ആണ്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി അതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് ഒക്കെ ഔട്ട് ചെയ്തു. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അതിൽ സൗത്ത് ഏഷ്യൻ SIU എന്ന് അടിച്ചാൽ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, UG അഡ്മിഷൻ അടിച്ചാൽ വരും. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ്. ഇതിൽ നോട്ടിഫിക്കേഷൻസിൽ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. PG കോഴ്സുകളുടെ സ്പോട്ട് അഡ്മിഷൻ ആണെന്നുള്ളത് കാണിക്കുന്നത്. UG കോഴ്സുമായി ബന്ധപ്പെട്ട് സീറ്റ്സ് ഒക്കെ ഫിൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളത് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ റാങ്ക് ഫൈനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടത്. അപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ വെബ്സൈറ്റിൽ CU കേരള UG എന്നൊക്കെ അടിച്ചാൽ, UG അഡ്മിഷൻ എന്ന് അടിച്ചാൽ മതി. CU കേരള വെബ്സൈറ്റിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഓഫ് UG കാൻഡിഡേറ്റ്സ്. ഇതിൽ വെച്ചാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അഡ്മിഷൻ വെച്ചാൽ അപ്ലൈ ചെയ്ത ആൾക്കാരിൽ ഫൈനൽ ആയിട്ട് റാങ്ക് ലിസ്റ്റ് വന്ന ആൾക്കാർ അവിടെ റാങ്കിനനുസരിച്ച് ഓരോ ആൾക്കാർക്ക് വിളിച്ച് ചോദിക്കും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളെ മെയിൽ കാര്യങ്ങൾ അതുപോലെ തന്നെ കോൾ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യാം. ഇതിലൊക്കെ കോൾ വരും, ചിലപ്പോൾ മെയിൽ വരും, ചിലപ്പോൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ പോർട്ടലിൽ പേയ്മെന്റ് ഓപ്ഷൻ വരും. അപ്പൊ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു ഇത് ഓപ്പൺ ആക്കി കാണാൻ വേണ്ടി പറ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് സെൻട്രൽ ലിസ്റ്റുമായി കേരളവും ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ തെസ്പൂർ യൂണിവേഴ്സിറ്റിയാണ്. തെസ്പൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രൊവിഷണൽ ആയിട്ടുള്ള മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ഹിയർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ അത് കാണാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ തെസ്പൂർ യൂണിവേഴ്സിറ്റി UG അഡ്മിഷൻ അടിച്ചാൽ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകും. അതുകൊണ്ട് കാറ്റഗറി വൈസ് നോട്ടിഫിക്കേഷനുമായി മെറിറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. CET UGയുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയാൽ നോട്ടിഫിക്കേഷൻ ഓഫ് പ്രൊവിഷണൽ മെറിറ്റ് ലിസ്റ്റ് കാര്യം പറയുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ കോമൺ മെറിറ്റ് ലിസ്റ്റ് ആ കാര്യങ്ങൾ അതിന്റെ ലിങ്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ട ഓരോ കോഴ്സിന്റെ മെറിറ്റ് ലിസ്റ്റ് ഇതാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഉദാഹരണം BA ഹോണേഴ്സ് സോഷ്യോളജി അതിന്റെ മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും ടെസ്പൂർ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഓരോ ഇതിൽ എത്ര സീറ്റ് ആണുള്ളത് ഓരോ കോഴ്സിലും. അപ്പൊ ഇതിൽ ആ ഒരു റാങ്കിനനുസരിച്ചായിരിക്കും വിളിക്കുക കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് ഈ കാര്യങ്ങളൊക്കെ ആണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നിലവിലുള്ള ഒരു ഇത്ര യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ CET UG ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അവരോടും ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഈ ഒരു ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മളതിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.
താങ്ക് യു.